ബീഹാറിലെ വോട്ടർ പട്ടിക പരിഷ്കരണത്തിൽ താങ്കൾ നേരത്തെ ദില്ലി മാധ്യമങ്ങളോട് പറഞ്ഞത് നോട്ടു നിരോധനം പോലെ വോട്ടു നിരോധനമാണ് വരാൻ പോകുന്നതെന്ന്. അപ്പോൾ യഥാർത്ഥത്തിൽ എന്താണ് ഉദ്ദേശിക്കുന്നത് ബീഹാറിലെ? ഇത് ഭയാനകമായിട്ടുള്ള പാർശ്വഫലങ്ങളുള്ള ഒരു പ്രക്രിയയാണ് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തൊടുത്തുവിട്ടിരിക്കുന്നത്. ലക്ഷക്കണക്കിന് ദശലക്ഷക്കണക്കിന് വോട്ടർമാരെ പട്ടികയിൽ നിന്ന് നീക്കം ചെയ്യുക, അങ്ങനെ ബീഹാറിലെ തിരഞ്ഞെടുപ്പ് അട്ടിമറിക്കുക. ഇത് ബീഹാറിൽ മാത്രം ഒതുങ്ങുന്നൊരു സംഭവമല്ല. ഇനി വരാൻ പോകുന്ന തിരഞ്ഞെടുപ്പുകൾക്ക് മുന്നോടിയായിട്ട് ഈ സർ എന്ന് പറഞ്ഞാൽ സ്പെഷ്യൽ ഇൻറ്റൻസീവ് റിവ്യൂ സർ നടപ്പിലാക്കുമെന്നാണ് അവർ പറയുന്നത്. മാത്രമല്ല, ഇവർ നിഷ്കർഷിക്കുന്ന രേഖകളാണ് ഏറ്റവും വിചിത്രമായത്. തിരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ തന്നെ ഔദ്യോഗിക രേഖയായിട്ടുള്ള ഇലക്ഷൻ ID, ഇലക്ഷൻ കാർഡ് ബാധകമല്ല, ആധാർ കാർഡ് ബാധകമല്ല, റേഷൻ കാർഡ് ബാധകമല്ല, തൊഴിലുറപ്പ് പദ്ധതിയുടെ തിരിച്ചറിയൽ കാർഡ് ബാധകമല്ല, മെട്രിക്കുലേഷൻ സർട്ടിഫിക്കറ്റ്, ജനന സർട്ടിഫിക്കറ്റ്, പാസ്പോർട്ട്. ഇത് ബീഹാർ പോലുള്ളൊരു സംസ്ഥാനത്ത് ഇതൊക്കെ വളരെ ചെറിയ ശതമാനം ആൾക്കാർക്ക് മാത്രമേ ഉള്ളൂ. അവർ അന്നത്തെ ഭക്ഷണത്തിന് വേണ്ടിയിട്ട് ഇങ്ങനെ അലയുന്ന സമയത്ത് അതിനുവേണ്ടി അധ്വാനിക്കുമ്പോൾ ഈ രേഖകളെല്ലാം പോയി സംഘടിപ്പിച്ച് 2 ആഴ്ച കൊണ്ട് ഇതെല്ലാം അപ്ലോഡ് ചെയ്ത് താങ്കൾ വോട്ടറാണെന്നും തങ്ങൾക്ക് വോട്ടവകാശത്തിനുള്ള യോഗ്യതയുണ്ടെന്ന് തെളിയിക്കണമെന്നൊക്കെ പറയുന്നത് യഥാർത്ഥത്തിൽ ഇതൊരു സ്വേച്ഛാധിപത്യ രാജ്യത്ത് മാത്രമാണ് നടക്കുന്നത്. നാസി ജർമ്മനിയിലൊക്കെ ഇങ്ങനെ കുറേ ആൾക്കാരെ പൗരന്മാരല്ലാതാക്കി മാറ്റി. ഇതൊരു NRC ആണ്, ദേശീയ പൗരത്വ രജിസ്റ്റർ പിൻവാതിലിലൂടെ നടപ്പിലാക്കുകയാണ്.